بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇഖ്റ ഗ്രൂപ്പിലെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിയാർ അദ്ദേഹം ഫുളൂലാത്തുകളുടെ പിറകിലാണ്. എന്ന് പറഞ്ഞാൽ ഒരാവശ്യവുമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഗൗരവമുള്ള ഒരു ചർച്ചാ വിഷയത്തിൽ പ്രമാണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതോ കൊണ്ടുവരുന്ന പ്രമാണങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതോ ഒന്നും അദ്ദേഹത്തിന്റെ വിഷയമല്ല. മറുപക്ഷത്ത് സംസാരിക്കുന്ന ആളെ കുറെ ഇൻസൾട്ട് ചെയ്യണം, പിന്നെ എന്തൊക്കെയോ കുറെ പിച്ചും പേയും പറയണം. ഞാൻ അതിന്റെ ഒന്നും പിറകെ തൽക്കാലം പോകുന്നില്ല. മുസ്ലിയാർ കൊണ്ടുവന്ന വിഷയം ഒട്ടും പ്രസക്തമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ജലാലുദ്ദീൻ അസ്സയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും ഹഖീഖത്ത് വിശദീകരിക്കുന്ന പുസ്തകം, ശരിക്കും ഹഖീഖത്ത് സുന്നത്തി വൽ ബിദ്അ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരാനാണ് കൽപ്പനയുള്ളത്, അതേപോലെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ബിദ്അത്തുകൾക്ക് വിലക്കാണുള്ളത് എന്ന് സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും യാഥാർത്ഥ്യം വിശദീകരിക്കുന്ന തന്റെ കൃതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിയാർക്ക് വ്യക്തമായ മറുപടിയാണ്. ഞാനത് മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒറിജിനലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായിക്കാൻ തക്കവണ്ണം താഴെ ഞാനത് വേറെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിച്ച അർത്ഥം പറഞ്ഞുതരാം. എന്നാൽ ഒരു മനുഷ്യൻ ഖബറിന്റെ അരികിൽ നിസ്കരിക്കണം എന്ന് ലക്ഷ്യം വെച്ചാൽ, നിസ്കരിക്കണമെന്നില്ല, തന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ആവശ്യങ്ങളിലും ഒക്കെ തനിക്ക് വേണ്ടി ഖബറിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യണം. മുത്തബരിക്കം ബിഹ, ആ ഖബർ മുഖേന അല്ലെങ്കിൽ ഖബറാളി മുഖേന ബറക്കത്ത് എടുക്കുന്നതിന് വേണ്ടി ഖബറിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യണം എന്നൊരു മനുഷ്യൻ ലക്ഷ്യം വെച്ചാൽ, റാജിയൻ ലിൽ ഇജാബത്തി ഇൻദഹ, ഖബറിന്റെ അരികിൽ താൻ അങ്ങനെ പ്രവർത്തിച്ചാൽ തനിക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഖബറിന്റെ അരികിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്നതിന്റെ നേർക്ക് നേരെയുള്ള രൂപം. ഐനുൽ മുഹാദ്ദയാണ്. ശരിക്കും എന്താണ് അള്ളാഹുവിനെ എതിർക്കുക, റസൂലിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിതാണ് പരിപാടി. അതേപോലെ വൽ മുഖാലഫത്തു ലി ദീനിഹി വ ശറഇഹി, ഇത് അള്ളാഹുവിന്റെ ദീനിനും ശറഇനും എതിരാണ്. അള്ളാഹുവിന്റെ ദീനിന് എതിരായ ഒരു പ്രവർത്തനമാണ്, ശറഇന് എതിരായ ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ വബ്തിദാഉ ദീനിൻ ലം യഅ്ദൻ ബിഹില്ലാ, അള്ളാഹു ഉത്തരവ് നൽകാത്ത പുതിയ ദീൻ കൊണ്ടുവരലുമാണ്. അത് ബിദ്അത്താണ്. മനസ്സിലായില്ലേ? അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത, വല റസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലാത്ത, വല അയിമ്മത്തുൽ മുസ്ലിമീന, അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇമാമുകൾ ആരും നമുക്ക് പഠിപ്പിക്കുകയോ പെർമിഷൻ തരികയോ ചെയ്തിട്ടില്ലാത്ത, തെളിവുണ്ടെങ്കിൽ അവർ സമ്മതം തരുമല്ലോ, തെളിവില്ലാത്തത് കൊണ്ടാണ് അവരാരും സമ്മതം തരാത്തത്. അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ്. ഖബറിന്റെ അരികിൽ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് തനിക്ക് വേണ്ടി, ഖബറാളിയോട് തീർന്ന വിഷയം പോലുമല്ല. അതുപോലും എന്താണ്, അത് പ്രവാചക ചര്യക്ക് എതിരാണ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണ്. അതേപോലെ തന്നെ യോഗ്യരായ ഇമാമുകളുടെ നിലപാടുകൾക്കും എതിരാണ്. എങ്ങനെ മനസ്സിലായില്ലേ? ഏത് ഇമാമുകൾ? അൽ മുത്തബൈന ആസാറഹു വ സുനനഹു, ആ ഇമാമുകളുടെ ആസാറും സുന്നത്തുമാണ് നമ്മൾ പിൻപറ്റുന്നത്, അവരുടെ ചര്യകളും നടപടികളുമാണ് നാം പിന്തുടരുന്നത്. ഫൈൻ ഖസദൽ ഖുബൂറ ലിദ്ദുആ, ഇനി ഒരാൾ ഖബറുകളെ ദുആഇനു വേണ്ടി ലക്ഷ്യം വെച്ചാൽ റജാഅനിൽ ഇജാബത ഫമൻഹിയൻ അൻഹു, ഖബറിന്റെ അരികിൽ നിന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ പ്രത്യേകം ഉത്തരം കിട്ടും എന്നുള്ള നിലക്ക് ആരെങ്കിലും ഖബറിന്റെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫമൻഹിയൻ അൻഹു, അത് വിലക്കപ്പെട്ട കാര്യമാണ്. അത് മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. വഹുവ ഇല തഹരീമി അഖ്റബ് എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് ഏറ്റവും അടുത്ത സംഗതിയാണെന്ന് പറഞ്ഞാൽ തഹരീം, അതൊരിക്കലും നമ്മൾ നടപ്പാക്കേണ്ടതോ പ്രോത്സാഹിപ്പിക്കേണ്ടതോ ആയ കാര്യമല്ല. ഇത് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല, നേരെ മറിച്ച് ഖബറിന്റെ അരികിൽ വെച്ച് പ്രത്യേകം അവിടുത്തെ പ്രാർത്ഥനക്ക് ബറക്കത്ത് കിട്ടും എന്ന് കരുതി അതിന്റെ അരികിൽ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയാം. മുസ്ലിയാർ കൊണ്ടുവന്ന കഥകൾക്കൊന്നും ഒരു തലയും വാലും അയിമ്മത്തിനിടയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു കിതാബിൽ അല്ലെങ്കിൽ ഏതാനും കിതാബുകളിൽ, പിൽക്കാലക്കാരായ ആളുകളുടെ ഏതെങ്കിലും കിതാബുകളിൽ വേറെ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി വരുന്ന ചില കഥകൾ, ആ കഥകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അവർ തന്നെ, അവരുടെ ജോലി എന്താണ്, അതിന്റെ സനദ് തന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള അവസരം തന്നു കഴിഞ്ഞാൽ അവർ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. അത് പഠിച്ചിട്ട് അത് ദുർബലമാണ് എന്ന് മനസ്സിലായതിനു ശേഷവും ഒരു കിതാബിൽ വന്നു എന്നതൊരു പ്രമാണത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കുന്ന മുസ്ലിയാക്കന്മാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമാണ്. അദ്ദേഹം ഉദാഹരണം പറയും, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ. ഈ മുസ്ലിയാർ കൊണ്ടുവരുന്ന ഉത്തുബി കഥയാകട്ടെ, ഇസ്തസ്കയാകട്ടെ, അതൊന്നും ഇസ്ലാമിൽ ഒരു പ്രമാണത്തിന് കൊള്ളുകയില്ല എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. കേൾക്കുക, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയാണ്, സ്വഹാബികളുണ്ടല്ലോ, വഖദ് അജ്ദബു മറാത്ത്, ഒരുപാട് തവണ വരൾച്ച ഉണ്ടായി, വദഹമത്തുഹും, അവരെ വലയം ചെയ്തു, പൊതിഞ്ഞു, നവാഇബ, ധാരാളം വിപത്തുകൾ, ബഅദ മൗതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം
ഒരുപാട് വിപത്തുകൾ അവർ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർ നേരിട്ടിട്ടുണ്ട്. വരൾച്ചയുടെ ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവരാരും ആ സന്ദർഭങ്ങളിൽ മഴ തേടിക്കൊണ്ടോ അതേപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള ഇസ്തിഗാസയുമായിട്ടോ നബിയുടെ ഖബറിന്റെ അരികിലേക്ക് വന്നിട്ടില്ലല്ലോ. ഇമാം സുയൂത്തിയെ ചോദിക്കുന്നത് വഹുവ അക്രമുൽ ഖൽഖി അലല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ആദരണീയനായ സൃഷ്ടി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏറ്റവും ആദരണീയനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അദ്ദേഹം തർബിയത്ത് ചെയ്ത സ്വഹാബികളാരും അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം മഴയ്ക്ക് വേണ്ടി തേടാൻ, അതുകൊണ്ട് ഇസ്തസ്ഖി എന്ന് വന്നാൽ അത് കാര്യമില്ല, കാരണം ഇമാമുകളൊന്നും അത് സ്വയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെ വന്നിട്ടില്ലല്ലോ. ബൽ മറിച്ച് ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ, അവർക്കിടയിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു വന്നു. ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല, നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരിക ചെയ്തത്. അല്ല, നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് തേടുകയല്ല ചെയ്തത്. ആരാ പറയുന്നത്? ഇമാം സുയൂത്തി. ഫസ്തസ്ഖാ ബിഹി, എന്നിട്ട് അദ്ദേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തി, റബ്ബിനോട് മഴയെ തേടി. അതവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പാഠം. അല്ലാതെ വലം യസ്തസ്ഖൗ ഇൻദ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖബറിന്റെ അരികിൽ വന്നിട്ട് നബിയോട് അവർ മഴ ചോദിച്ചിട്ടില്ല. ഫഖ്തദി, അതുകൊണ്ട് അയ്യുഹൽ മുസ്ലിം, അതുകൊണ്ട് മുസ്ലിമെ നീ പിൻപറ്റണം. എന്താ പിൻപറ്റേണ്ടത്? ഇൻ കുൻത അബ്ദല്ലാ, നീ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ ബിസലഫിക സ്വാലിഹ്, സ്വാലിഹികളായ സദ്വൃത്തരായ നിന്റെ പൂർവികരെ സ്വഹാബികളുടെയും താബികളുടെയും നടപടിയാണ് നീ പിൻപറ്റേണ്ടത്. അല്ലാതെ ഷിയാക്കളെ പോലെ, പിഴച്ച കക്ഷികളെ പോലെ, യഹൂദികളെ പോലെ മക്ബറുകളിൽ പോയി കുമ്പിടുകയോ തെണ്ടി നിരങ്ങുകയോ അല്ല വേണ്ടത്. നേരെ മറിച്ച് പൂർവികർ ചെയ്തതുപോലെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ, അങ്ങനെയുള്ള സലഫ് സ്വാലിഹ് ചെയ്തതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് മാത്രം തേടണം. അങ്ങനെ കലർപ്പില്ലാത്ത തൗഹീദിനെ നീ സാക്ഷാത്കരിക്കണോ? തൗഹീദുൽ ഖാലിസ്, അത് നിലനിൽക്കാൻ വേണ്ടി നീ പണിയെടുക്കണം. ഫലാ തഅബുദ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നീ ആരാധിക്കരുത്. വലാ തുശ്രിക് ബിറബ്ബിക അഹദ, റബ്ബിന്റെ കൂടെ നീ ഒരാളെയും പങ്കു ചേർക്കാനും പാടില്ല. എന്നാണ് റബ്ബിനോട് മാത്രം നടത്തേണ്ട ഇസ്തിഗാസ നീ ഏതെങ്കിലും മഖ്ബറയിലെ മഹാന്മാരെ മുന്നിൽ നടത്താൻ പാടില്ല എന്നാണ് അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന തന്റെ കൃതിയിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അതിന്റെ 1:118 പരിചയപ്പെടുത്തിയത്. അതേ പുസ്തകത്തിന്റെ 185 പേജിൽ കാണാം. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഈ സമസ്തക്കാരായ ആളുകൾ ചെയ്തു കൂട്ടുന്നത് ഖബർ വ്യവസായമാണ് ഇവരുടെ ലക്ഷ്യം, പരലോകമല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ എത്തുക എന്നുള്ളതിൽ എന്തിനാ മടവൂര പടച്ചു എന്ന് പറയുന്നത്? എന്തിനാ മടവൂര മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്? എന്തിനാണ് ഇവർ ഈ മഖ്ബറ സിയാറത്തുകൾക്ക് ഹജ്ജിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടിയുള്ള ഏർപ്പാടുകൾ നൽകി, മുസ്ലിയാക്കന്മാർ തന്നെ വലിയ നേതൃത്വം നൽകിയ ഏർപ്പാടുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്? മറ്റൊന്നുമല്ല, റബ്ബിൽ നിന്ന് അവരെ ശ്രദ്ധ തെറ്റിക്കണം, സൃഷ്ടിയിലേക്ക് കൊണ്ടുപോകണം, ഇബ്ലീസിനെ വഴിപ്പെടുകയാണ്. നോക്കൂ, അദ്ദേഹം പറയുന്നത് തവാഫുഹും ബിൽ ഖബർ ഷരീഫ്, നബിയുടെ ഖബർ അത് തവാഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖബർ തവാഫ് ചെയ്യുന്നത്, വലാ യഹില്ലു ദാലിക, അത് അനുവദനീയമല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഭീമാപ്പള്ളിയിലൊക്കെ ചെന്നാൽ ചന്ദനക്കുളം എടുത്തിട്ട് തവാഫ് ചെയ്യുന്നതാണ്. ഒരു മുസ്ലിം പറയാം തവാഫ് പിന്നെ കഅബയിൽ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ വട്ടത്തിൽ നടക്കുന്നതിന് കുഴപ്പമില്ല. നഊദുബില്ല, ഈ ജാതി ഫത്വ കൊടുത്ത പൊന്മളയെ പോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ പറയാം വക്കദാലിക ഇൽസാഖുഹും ബുത്തൂനഹും, അവരുടെ വയറ് കൊണ്ടുവന്ന് ആ ഖബറിൽ ഇങ്ങനെ പറ്റിച്ചു വെക്കുന്ന, ബർക്കത്ത് എടുക്കാൻ വേണ്ടി അത് അപ്രകാരം ആ പരിപാടി. വളുഹൂറുഹും, അല്ലെങ്കിൽ മുതുക് ഇങ്ങനെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ബിജിദാരിൽ ഖബരി, ഖബറിന്റെ ചുമരിൽ വെക്കുന്ന പരിപാടി. വതഖ്ബീലുഹും ഇയാഹു, ഖബറിനെ ചുംബിക്കുന്ന പരിപാടി. അല്ലെങ്കിൽ ബിസുന്ദൂഖിൽ ലദീ ഇൻദ റഅസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബർ നബിയുടെ തലഭാഗത്ത് കാണുന്ന ഒരു സുന്ദൂഖ്, ഒരു മരത്തിന്റെ ഒരു പേടകം, അതിൽ കൊണ്ടുപോയിട്ട് പിന്നെ ചുംബിക്കുന്ന പരിപാടി. വമസ്ഹുഹു ബിൽയദി, അത് കൈകൊണ്ട് സ്പർശിക്കുന്നത്. വകുല്ലു ദാലിക മൻഹിയുൻ അൻഹു, അതൊക്കെ വിരോധിക്കപ്പെട്ട കാര്യമാണ്. കണ്ടോ, നേരത്തെ ശിർക്കാണ് അല്ലെങ്കിൽ ഹറാമാണ്, അത് അനുവദനീയമല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഹറാമിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളെ കൂടി കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് സമസ്തക്കാരുടെ മഖാമുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ പോലെ ഉണ്ട് ഇല്ലേ നിങ്ങൾ കേൾക്കുമ്പോൾ? അതാണ് ഇമാം സുയൂത്തി അതേ കിതാബിൽ പറയുന്നത്. അദ്ദേഹം അതേ പുസ്തകത്തിന് 138 പേജിൽ പറയുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ കാരണവും പറഞ്ഞിട്ടുണ്ട്. വഹാദിഹിൽ ഇല്ല, ഇതൊരു കാരണമാണ്. അല്ലത്തി മിൻ അജ്ലിഹ, ഈ കാരണം കൊണ്ടാണ് എന്ത് നഹശാരിഉ, അള്ളാഹു പിന്നെ ഈ നിയമനിർമ്മാതാവായ അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്. അല്ലത്തി ഔഖഅത്തിന്നാസു ഫി ശിർക്കിൽ അക്ബർ. കണ്ടോ, എന്തിനാണ് ഈ ഖബർ തൊട്ടുമുത്തുന്നതും അവിടെ ചെന്നിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ വിലക്കിയെന്ന് അറിയാമോ? അത് ആ ഖബറാളിയെ തന്നെ വിളിച്ചു തേടുന്ന ഏറ്റവും വലിയ ശിർക്കിൽ അവരെ കൊണ്ടുപോയി വീഴ്ത്തും. അത് ജനങ്ങളെ പതിപ്പിച്ചിട്ടുണ്ട്. വലിഹാദ, അതിനാൽ തജിദു അഖ്വാമൻ കസീറത്തൻ, ധാരാളം ആളുകൾ നമ്മൾ കാണുന്നു മിനല്ലാലീന, വഴി പിഴച്ചുപോയ ഒരുപാട് ആളുകൾ. ആ കൂട്ടത്തിൽ ഈ ജാതി മുസ്ലിയാക്കന്മാരൊക്കെ പെടും, അവരുടെ പിന്നാലെ പോകുന്നവരും പെടും. അങ്ങനെ വഴി തെറ്റിയ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താ അവർ ചെയ്യുന്നത്? യതദറഊന ഇൻദ ഖുബൂരി സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബറിന്റെ മുന്നിൽ ഭയഭക്തിയോടുകൂടി നിൽക്കുന്ന, വിനയാന്യതരായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ആക്ഷേപാർഹമായി ഈ ആക്ഷേപ സ്വരത്തിൽ ഈ പിന്നെ ഇമാം സുയൂത്തി സംസാരിക്കുന്നതും കാണാൻ പറ്റും. ഇനി ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇമാം റാസി റഹ്മഹുല്ലാഹ്, അദ്ദേഹം വിശദീകരിക്കുന്ന കേൾക്കും. സുമ ബയ്യന തആല,
അള്ളാഹു വിവരിച്ചു അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅലഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാൽ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥകളുടെ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്ഥിതിഗതികളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്നതിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഫസയഖൂലൂന ഇന്നഹുല്ലാഹ്, തീർച്ചയായിട്ടും അവർ പറയും അത് അള്ളാഹു തന്നെ. നമ്മുടെ മുസ്ലിയാക്കന്മാർ അബൂജഹൽ പറയുന്ന ഈ ഒരു അബൂജഹലിനുള്ള നരകാവകാശിയായ അബൂജഹലിന്റെ ഒരു നിലവാരം പോലും നമ്മുടെ നാട്ടിലുള്ള ഈ സമസ്ത വിശ്വാസം പേറുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. കണ്ടോ, അള്ളാന്ന് അവർ പറയുന്നത്. എന്നിട്ട് നോക്ക് റാസി പറയുന്നത് വഹാദാ യദുല്ലു, ഇതൊരു കാര്യത്തെ അറിയിക്കുന്നുണ്ട്. അല അന്നൽ മുഖാത്തബീന ബിഹാദൽ കലാം, ആരാണോ ഈ ഒരു സംസാരിക്കുന്നത് അവർ ഖാനു യാരിഫൂൻ അല്ലാഹ, അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു എന്ന് ഈ സംഭാഷണം തെളിയിക്കുന്നുണ്ട്. അറിയാമെന്ന് മാത്രമല്ല വയുഖിറൂന ബിഹി, അള്ളാഹുവിനെ അവർ ഉറപ്പിക്കുന്നവരാണ്. അള്ളാഹ് ഉണ്ടോ അല്ലേ എന്നുള്ള കാര്യത്തിലോ അള്ളാഹുവാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിലോ സംശയമില്ലാത്തവരും കൂടിയാണ്, അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. വഹുമുല്ലദീന, അവർ ഖാലൂ ഫീ ഇബാദത്തിഹിം ലിൽ അസ്നാം, എന്നിട്ടും ഇതൊക്കെ അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ചിട്ടും എന്തുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു? അതിന് അവർ പറയുന്ന ന്യായം ഇന്നഹാ തുഖർരിബുനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കും. വഅന്നഹും ശുഫാഉനാ ഇൻദല്ലാഹ്, തീർച്ചയായും അവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് അവർക്ക് വലുത്. കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എല്ലാറ്റിനും കഴിവുള്ളത് അള്ളാഹു മാത്രമാണ്. എന്നാൽ ആ അള്ളാഹുവിന്റെ അരികിൽ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാനാണ് ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹാത്മാക്കളിലേക്ക് ചെല്ലുന്നത് എന്നാണ് അവർ ന്യായം പറഞ്ഞത്. വകാനു യഅലമൂന, അവർക്കറിയാമായിരുന്നു അന്നഹാദിഹിൽ അസ്നാമ ലാ തൻഫഉ വലാ തദുറു, തീർച്ചയായും ഈ ബിംബങ്ങൾ അത് ഗുണമോ ദോഷമോ ചെയ്യുകയില്ല. ഫഇൻദ ദാലിക ഖാല ലിറസൂലി, അപ്പൊ ഈ വിഗ്രഹങ്ങൾക്ക് സ്വന്തമായി ഗുണമോ ദോഷമോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ വിഗ്രഹങ്ങളുടെ അരികിൽ ഇവർ നടത്തുന്ന ഈ പ്രവർത്തനം ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, ഇസ്തിആദത്താകട്ടെ, ഇസ്തിഗ്ഫാറാകട്ടെ, അവ ആ വിഗ്രഹത്തിന് നെദറാകട്ടെ, ദബഹാകട്ടെ, അങ്ങനെ ഇബാദത്തിന്റെ ഇനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ സമസ്തക്കാരും മഖബറുകളുടെ മുന്നിലും ഖബറാളികളുടെ മുന്നിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ എന്താണ്, അത് ചെയ്താൽ അത് ചെയ്തതിന്റെ കാരണമായിട്ട് അവരെന്ത് ചെയ്യും, റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും. നമ്മുടെ സമസ്തക്കാരോ അവരെ വിശ്വാസം അത് തന്നെ. ഞങ്ങൾ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ, മനമ്പത്തടിഞ്ഞ് ബീവിയെ വിളിച്ചാൽ, ഓച്ചിറ ഉപ്പാപ്പായെ വിളിച്ചാൽ, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പടച്ചോനാണെന്നും മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന കുറെ ജാതി ആളുകളുണ്ട്. ഇവരൊക്കെ വിളിച്ചാൽ അവരൊക്കെ റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും, റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും. അബൂജഹലിന്റെ അതേ വിശ്വാസമാണ് സമസ്തക്കാർ വെച്ച് പുറത്തുന്നത്. ഇത് തന്നെയാണ് ഷിയാക്കളുടെ വിശ്വാസം, അത് തന്നെ യഹൂദികളുടെ വിശ്വാസം, അത് തന്നെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഈ വിഷയത്തിൽ. മനസ്സിലായില്ലേ? എന്നിട്ടോ അപ്പൊ ഇത് വിഗ്രഹങ്ങൾക്ക് അങ്ങനെ കഴിവൊന്നുമില്ല, ഉപകാരങ്ങളോ ഉപദ്രവമോ ചെയ്യാനൊന്നും അവർക്ക് കഴിയില്ല എന്ന് അവർക്ക് അറിയാമെന്നുള്ള അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് ആണ് റസൂല എന്ന് പറഞ്ഞ് റസൂലിനോട് പറയുന്നു. അള്ളാഹു പറയാണ് ഫഇൻദ ദാലിക ഖാല ലിറസൂലിഹിം, ആ ഒരവസ്ഥ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞു. അപ്പൊ അവരുടെ അവസ്ഥ അള്ളാഹുവിനാണല്ലോ അറിയാം. അള്ളാഹുവാണ് അവരെ കുറിച്ച് റസൂലിനോട് ചോദിക്കാൻ പറയുന്നത്. ഫഖുൽ, അപ്പോൾ നീ ചോദിക്കണം നബിയെ, അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നില്ല? അതായത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല? അതിന്റെ അർത്ഥം എന്താ? ഇമാം റാസി പറയാം, അഫലാ തത്തഖൂന അൻ തജഅലു ഹാദിഹിൽ ഔസാന ശുറകാ ലില്ലാഹി ഫിൽ മഅബൂദിയ്യ, ആരാധ്യതയുടെ വിഷയത്തിൽ ഈ മഹാന്മാരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ പങ്കാളികളായി നിശ്ചയിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കുന്നില്ല? മാഴത്തിറാഫിക്കും നിങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം ബി അന്ന കുല്ലൽ ഖൈറാത്തി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഗുണങ്ങളും ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്താലും അവൻ നന്മ ചെയ്തു തരുന്നതിനാലുമാണ് സ്വായത്തമാക്കുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് റബ്ബിനെ സൂക്ഷിക്കാത്തത്? വാഴ്ത്തിറാഫിക്കും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ബി അന്ന ഹാദിഹിൽ ഔസാന, ഈ ബിംബങ്ങൾ ലാ തൻഫഉ വലാ തദുറുൽ ബത്ത, ഒരിക്കലും ഗുണദോഷങ്ങൾ ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ആ വിഗ്രഹങ്ങൾ ഗുണദോഷം ചെയ്യുമെന്ന് കരുതിയിട്ടല്ല മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചത്. ഇതിനേക്കാൾ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് തൗഹീദും ശിർക്കും വേർതിരിക്കേണ്ടത്? ഇവിടെ സമസ്തക്കാരുടെ തൗഹീദാണോ ശിർക്കാണോ എന്നുള്ളത് ഒരു കുഞ്ഞു പോലും സാമാന്യമായി ഇത് കേൾക്കുമ്പോൾ വിലയിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇമാം റാസി റഹ്മഹുല്ലാ ആ വിഗ്രഹങ്ങളെ കുറിച്ച് വീണ്ടും പറഞ്ഞു, അന്നഹും വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന, മക്കയിലെ മുശ്രിക്കുകളെയും ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും ഒക്കെ സ്ഥാപിച്ചതും അലാ സുവരി അംബിയാഇഹിം, അവരുടെ നബിമാരുടെ രൂപത്തിലാണ്, വഅകാബിരിഹിം, മഹാന്മാരുടെ രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന നബിമാരോടാണ് അവർ ഇസ്തിഗാസ ചെയ്യുന്നത്, മഹാന്മാരോടാണ് അവർ ഇസ്തിഗാസ ചെയ്യുന്നത്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് റാസി ചെയ്യുന്നത്. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും മതസ്തഗലു ബിഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ പ്രതിഷ്ഠകൾക്കുള്ള ഇബാദത്തിൽ അവർ മുഴുകുന്ന കാലത്തോളം ഫഇന്ന ഉലൈക ലകാബിർ, ആ മഹാന്മാർ തകൂനു ശുഫാഅ ലഹും ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അരികിൽ അവർക്ക് ശുപാർശകരായി മാറും. ഇതിനല്ലേ സമസ്തക്കാരൻ വിശ്വസിക്കുന്നത്?
ഈ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുമ്പോഴൊക്കെ ആ മഹാന്മാർ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുമെന്നല്ലേ വിശ്വാസം? അല്ലെങ്കിൽ അല്ലെന്ന് ഇവിടെ മുസ്ലിയാർ പറയണം, അല്ലെ? മുഴുസത്ത് കറാമത്തിന്റെ കഴിവുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയും എന്നുകൂടി ഇവർക്ക് വിശ്വാസമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി റാസി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വനദീറുഹു, ഈ മക്കാ മുശ്രിക്ക് വിഗ്രഹങ്ങളുടെ അരികിൽ നടത്തുന്ന ഇബാദത്തും അതിന്റെ ലക്ഷ്യവും അതിന് തുല്യമാണ്. ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പിഴച്ച കക്ഷികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഷിയാക്കളെ പോലുള്ള എന്താ പറയുന്നത്? ഇസ്തിഗാലു കസീർ മിനൽ ഖൽഖി, സൃഷ്ടികളിലെ വലിയൊരു വിഭാഗം ഒഴുകിയിരിക്കുന്നു എന്നുള്ളത്. എന്ത്? ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുന്ന വിഷയത്തിൽ. എന്താ അവരുടെ വിശ്വാസം? ഇവര് ഇലാഹാണെന്നോ സ്വയം കഴിവുള്ളവരാണെന്നോ അല്ല. എന്താ വിശ്വാസം? അലൽതിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, ഈ ഖബറുകളെ വന്ദിക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്: ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും. നമ്മുടെ സമസ്തക്കാര് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ തെണ്ടി നിറങ്ങി ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് മുസ്ലിയാക്കന്മാരെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി ഇവിടെ എല്ലാം എത്തിച്ചതിന് ശേഷം അവിടെ അവർ ചെയ്തു കൂട്ടുന്ന പരിപാടികൾ ജാറം മൂടലും വണങ്ങലും, അതേപോലെ തന്നെ ഒരിക്കലും ജാറത്തിന് പുറംതിരിയാതെ അങ്ങേയറ്റത്തെ ഭക്തിയാദരവുകളോടുകൂടി അതിന്റെ മുന്നിൽ നിൽക്കലും കണ്ണു നിറയലും ഖബറാളിയോട് തേടലും, ഈ ജാതി പരിപാടികളൊക്കെ നടത്തുമ്പോൾ അവർ ലക്ഷ്യം എന്താ? ഈ ഖബറാളി ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും. അതിനല്ലേ മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇലാഹുകളെ ശുഫാ എന്ന് വിശേഷിപ്പിച്ചത്. മുസ്ലിഹാക്കന്മാർ പറയല എന്താണെന്നറിയോ? ഞങ്ങൾ ഇനി ഇലാഹുകളായിട്ട് കാണുന്നില്ലല്ലോ, ഞങ്ങൾ ശുഫാ ആയിട്ടല്ലേ കാണുന്നുള്ളൂ. ശുഫായിനാണ് മുസ്ലിയാരെ അള്ളാഹു ആലിഹത്ത് എന്ന് പേരിട്ടത്. ഇത് നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ഇവിടെ ചൊല്ലിപ്പെറുക്കി ദിക്റും ചൊല്ലി കുറെ നമ്മൾ അച്ചങ്ങായി ഇച്ചങ്ങായി എന്ന് പറഞ്ഞ് പോകാന്നല്ലാതെ വിഷയം പറയാൻ നിങ്ങൾക്ക് ഇവിടെ നേരെ മുസ്ലിയാരെ? ഞങ്ങൾ പറയുന്ന പ്രമാണങ്ങളെ തൊടാൻ നിങ്ങൾക്ക് എവിടെ നേരം മുസ്ലിയാരെ? പ്രാമാണികമായി ഉലമാക്കളെയും മുഫസ്സിറുകളെയും അയിമ്മത്തിനെയും ഞങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ ഉദ്ധരിച്ച വിഷയങ്ങളെ പറ്റി തൊടാൻ നിങ്ങൾക്ക് എവിടെ നേരം മുസ്ലിയാരെ? നിങ്ങൾക്ക് അതിന് സമയമില്ല. കണ്ടോ? വമാ നറാ മഅകും ശുഫാഅകും അല്ലദീന സഅംതും, നിങ്ങൾ വാദിച്ച നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങളോടൊപ്പം ഞങ്ങൾ കാണുന്നില്ല. മക്കയിലെ മുശ്രിക്കോട് പറയാ ഇലാഹുകൾ എന്നുള്ളതിന് പകരം ശുഫാ. കണ്ടോ? ശുപാർശകർ. സമസ്തക്കാരുടെ ഇലാഹുകളാരാ? സമസ്തക്കാരുടെ ഇലാഹുകളാരാ? നിങ്ങൾ ശഫാഅത്ത് ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ തേടുന്ന അതേ ആളുകൾ നിങ്ങളുടെ ഇലാഹുകളാണ്. നിങ്ങൾ ഇലാഹുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹു ഇലാഹുകളെ കുറിച്ച് തന്നെയാണ് ഇവിടെ ശുഫാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നഹും ഫീക്കും ശുറക്കാം, അവർ നിങ്ങൾക്ക് പങ്കാളികളാണ്. മക്കയിലെ മുശ്രിക്കുകളെ പോലെ തന്നെയല്ലേ സമസ്തക്കാരുടെ വിഷയത്തിൽ? മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങളെ അല്ല അവർ ആരാധിക്കുന്നത്, അതിനെ പ്രതികരിക്കുന്ന അമ്പിയാക്കളെയും മഹാന്മാരെയുമാണ്. ആ മഹാന്മാർ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അവർ ഈ മഹാന്മാരെ പങ്കുചേർത്തു. സമസ്തക്കാരും ഇസ്തിഗാസയിലും ഇസ്തിഗ്ഫാറിലും പാപമോചനം തേടുന്ന വിഷയത്തിൽ ഇപ്പൊ റബീഉൽ അവ്വൽ മാസം വരെയാണ്. ഇർതക്കബുത്തു ചൊല്ലിയിട്ട് മുഹമ്മദ് നബിയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് പാപം പൊറുക്കണേ എന്ന് പറയുകയും അതിന് കൈമടക്ക് വാങ്ങുകയും അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കള്ളത്തെളിവുകൾ നൽകി ഷിയാക്കളിൽ നിന്നും മറ്റുമൊക്കെ സ്വീകരിക്കുന്ന തെളിവുകൾ നൽകി ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമായ തൗഹീദി ആദർശത്തെ കളങ്കപ്പെടുത്തുകയും ചെയ്യാം. അത് സാധിക്കാഞ്ഞിട്ടാണ് ഈ മുസ്ലിയാർ ഇച്ചങ്ങായി അച്ചങ്ങായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുന്നത്. അള്ളാഹുലേക്ക് കൂടുന്ന നമ്മൾ അത്തരം വിഷയങ്ങൾ. അള്ളാഹു പറഞ്ഞെന്തറിയോ? അങ്ങനെ ഈ ശുഫാ നിങ്ങളെ കൂടെ ഉണ്ടാകും, അവരെ വിളിച്ചാൽ അവർ കാര്യങ്ങൾ നേടിത്തരുമെന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് റബ്ബ് പറഞ്ഞെന്തറിയോ? നിങ്ങൾക്കിടയിൽ ബന്ധം മുറിഞ്ഞുപോയി. പരലോകത്തെലിവിയോ ഒരെണ്ണത്തിന് കാണൂല. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെക്കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊരാൾ പറഞ്ഞ ആ പറഞ്ഞവൻ പച്ച നയനായിരിക്കും. അബ്ദുൽ ഖാദർ ജീലാനി അങ്ങനെ പറയാനൊരു സാധ്യതയുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെയുള്ള കഥകളുണ്ട്. പക്ഷെ അവിടെ ചെന്ന അബ്ദുൽ ഖാദർ ജീലാനി ഉണ്ടാവില്ല. ഖുർആന പറഞ്ഞ ലഖത്തഖത്ത ബൈനക്കും, നിങ്ങൾക്കും നിങ്ങൾ ശുഫാ ആയി കണ്ടവർക്കും ഇടയിൽ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. വലല്ല അൻകും മാ കുന്തും തസൂമൂൻ, നിങ്ങൾ വാദിച്ചിരുന്നവരൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരുടെ കെണിയിൽ നിന്നും അവരുടെ കൂടാരങ്ങളിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട ആത്മാർത്ഥതയുള്ള ശ്രോതാക്കൾ രക്ഷപ്പെട്ടുകൊള്ളുക ഇപ്പോഴെങ്കിലും എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. മടവൂരിനെ പടച്ചവൻ എന്ന് വിളിപ്പിച്ചവർ ഇവിടുത്തെ അമുസ്ലിങ്ങളെ പോലെ തന്നെ മക്ബറകളിൽ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇപ്പോഴത്തെ പോക്ക് തെളിയിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ശ്രദ്ധിച്ചു കൊള്ളണമെന്നാണ് പറയാനുള്ളത്. ഇനി മുസ്ലിയാർ കൊണ്ടുവന്ന വലോ അനഹുമുള്ളലമോ, അതിന്റെ കഥ എന്താ? അത് യഥാർത്ഥത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ മുനാഫിക്കുകളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. അതിന് തുല്യമായ ഒരു വിഷയം ലോകത്ത് എന്തുണ്ടായാലും അവിടെയൊക്കെ അത് ബാധകമാണ്. അവിടെ അത്രേ വിഷയമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരൊരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ ഹുക്ം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പം ആ തെറ്റ് ചെയ്ത ആളോട് പൊരുത്തപ്പെടിക്കണം. അവർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം റബ്ബിനോട്, ഇവരും റബ്ബിനോട് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. അതെ, ഇതിൽ ഇസ്തിഗാസന്റെ വിഷയം എന്താ? ജീവിച്ചിരിക്കുന്ന നബിയുടെ അടുത്ത് പോയിട്ട് നബി ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചതിൽ എന്താ അവിടെ ഉള്ളത്? അതുകൊണ്ടാണ് ഖാലി മുഹമ്മദ് ബിൻ അറബി പറഞ്ഞത് ഖാല അല്ലാഹു ഫിൽ മുനാഫിഖീന ഖുസൂസൻ, ഈ ആയത്ത് മുനാഫിഖുകളിൽ ഖാസായി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഖാസാണെന്ന് ഇവിടെ മുസ്ലിയാർ ചോദിച്ചപ്പം ഞാനിത് വായിച്ചതെന്ന് നിങ്ങൾക്ക് തൊടാൻ കഴിയുന്നില്ല മുസ്ലിയാരെ ഈ കാര്യം. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക്, എന്താണ്? തങ്ങളോട് തന്നെ അനീതി പ്രവർത്തിച്ചവർ നിന്റെ അരികിൽ വരുമ്പോൾ ഫസ്തഗ്ഫിറുല്ലാഹ, അവർ എന്നിട്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു,
റസൂൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. സുലൈമാൻ സഖാഫി എഴുതിയ എന്താ? അറബിയിൽ ഹർക്കത്ത് തെറ്റാണെങ്കിൽ സാറിലെ പോട്ടെ, ഒരു അർത്ഥത്തിലും അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാലെന്ന് ഖുർആൻ ആയത്തിന് തെറ്റായ അർത്ഥം കൊടുത്ത്, തെറ്റായ ഇറാബ് മാത്രമല്ല തെറ്റായ അർത്ഥവും കൊടുത്ത് മനഃപൂർവ്വം മുസ്ലിയാക്കന്മാർ ജനങ്ങളെ ശിർക്കിലേക്ക് നയിച്ചു. മുഹമ്മദ് നബിയോട് ഇസ്തിഗ്ഫാർ തേടണം എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആയത്തും തെറ്റിച്ചു, അർത്ഥവും തെറ്റിച്ചു. അങ്ങനെയാണെങ്കിൽ വജദുല്ലാഹ തവ്വാബ് റഹീമ, നബിയോട് ഇസ്തിഗ്ഫാർ തേടിയാലേ അള്ളാഹു തൗബ സ്വീകരിക്കൂ എന്ന് പറഞ്ഞവർ ഖുർആനിൽ അങ്ങനെയില്ല. അവരെന്താണ്? നബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യമുള്ളവനുമായിട്ട് കാണാം. ഇപ്പൊ മുസ്ലിയാക്കന്മാർ പറയാം ഞങ്ങൾ നബിന്റെ ഖബറെടുത്ത നബി ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. മരിച്ചുപോയവരടുത്ത് പോകാൻ ഇസ്ലാമിൽ മാതൃകയുള്ള മുസ്ലിയാരെ. സാധാരണ നമ്മൾ തെറ്റിയതാ നബിന്റെ ഖബറിന്റെ അടുത്ത് പോകണമെന്നല്ല. ഇതാ മുഹമ്മദ് ബിൻ അറബി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? വഖാല ഫി ഉമൂമിൽ ഖൽഖി, പൊതുജനങ്ങളുടെ വിഷയത്തിൽ അവതരിച്ചിട്ടുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? നബിന്റെ ഖബറിന്റെ അടുത്ത് പോകണമെന്നല്ല, മറിച്ച് വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു, ആരെങ്കിലും പിന്നെ ഒരു തിന്മ പ്രവർത്തിച്ചാൽ, തന്നോട് തന്നെ അനീതി കാണിച്ചാൽ, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് നേരിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപമോചനം തേടിയാൽ, യജിദില്ലാഹ ഗഫൂറ റഹീമ, അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനായും കാരുണ്യം ചൊരിയുന്നവനായും അള്ളാഹുവിനെ കാണാം. കണ്ടോ, നമ്മൾ ചെയ്യേണ്ട എന്താണ്? തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുകയാണ് വേണ്ടത് എന്ന്. ഇതാണ് ആമായി വന്നിട്ടുള്ള കാര്യം എന്ന് ഖാളി മുഹമ്മദ് ബിൻ അറബി വ്യക്തമാക്കി. ഇത് നാസിഖ് വൽ മൻസൂഖിൽ നിന്ന് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചാണ്. എന്റെ മുസ്ലിയാർ തൊടാത്തത്. ഇനി മുസ്ലിയാരോട് എന്ത് വാദവുമായിട്ടാ വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിതങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും സ്വഹാബികൾ പിന്നെ എന്താണ് സഹായം തേടിയിട്ടുണ്ട്, മഴ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടം പോലെ തെളിവ് തരും. എന്നിട്ട് ഒരെണ്ണം കൊണ്ടുവന്നത് മുഴുവൻ ദുർബലമാണ് എന്നും കച്ചിത്തുരുമ്പുകളാണ് എന്നും അത് വേസ്റ്റ് ബോക്സിലേക്ക് ഇടാൻ മാത്രമേ പ്രമാണം എന്ന നിലയിൽ അതിന് സ്ഥാനമുള്ളൂ എന്നും ഞാൻ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്തി. ഇനി മരണപ്പെട്ട് കഴിഞ്ഞ ആളുകൾക്ക് ഇഖ്തിയാരിയായ കറാമത്തുണ്ടോ? ഇല്ല. ഉസ്താദ് ആരിഫ് ഞാൻ ഉദ്ധരിച്ചു, മുസ്ലിയാർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഫൽ കറാമത്തു ഫിഅലുൻ ലാ മഹാല വഹുവ നാഖിദു ലിൽ ആദ, പതിവിനെതിരായി പിന്നെ നടക്കുന്ന പ്രവർത്തനമാണ് കറാമത്ത്. അതിൽ യാതൊരു പിന്നെ എന്താണ് നടക്കാത്ത കാര്യമല്ല, അത് അസംഭവ്യമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വതഹ്സുലു ഫീ സമനി തക്ലീഫി, ഭൗതിക ലോകത്ത് മാത്രമാണ് ഈ ഇഖ്തിയാരിയായ കറാമത്ത് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതും അലാബിന് ഒരു അടിമക്ക് തഖ്സീസൻ ലഹു വ തഫ്സീലൻ, അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകതയും ഒരു പോരിശയും എന്നുള്ള നിലക്ക്. ഇത് സമനു തക്ലീഫിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമനു തക്ലീഫിലാണോ? അല്ല, ആലമുൽ ബർസഖിലാണ്. ബർസഖിന്റെ ലോകത്തും ബർസഖിന്റെ കാലത്തുമല്ല ഇഖ്തിയാരിയായ കറാമത്ത് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കറാമത്തിന്റെ കഴിവുകൊണ്ട് കേൾക്കും, എന്നിട്ട് ശഫാഅത്ത് ചെയ്ത് ഉത്തരം വാങ്ങിച്ചു തരും എന്ന വിശ്വാസമാണെങ്കിൽ അത് ആലമുൽ ബർസഖിൽ നടക്കൂല. കാരണം അത് ദാറു തക്ലീഫിലാണ്. ഇതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് ഉസ്താദ് ആരിഫി ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. മുഴുസത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇമാം മഖരീസിയെ ഞാൻ ഉദ്ധരിച്ചു. ഇമാം ബഗ്ദാദിയെ, അബൂ മൻസൂർ ബഗ്ദാദി ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ ഉസൂലുദ്ദീൻ എന്താ പറയുന്നത്? മുഴുസത്ത് എന്ന് പറഞ്ഞാൽ അത് അംറുൻ യദ്ഹറു ബി ഖിലാഫിൽ ആദത്തി ഫി ദാരി തക്ലീഫ്. കണ്ടോ, ദാറു തക്ലീഫിലാണ്, ഭൗതിക ലോകത്താണ്, ആലമുൽ ബർസഖിലല്ല, മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ് മുഴുസത്ത്. ഞാൻ പറഞ്ഞാണോ? അല്ല. അത് താൻ നബിയാണ് എന്ന് വാദിക്കുന്നവർക്ക് നബിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു തെളിവ് എന്നുള്ള നിലക്കാണ്. ആർക്കും എന്നെ ചോദ്യം ചെയ്യാൻ എതിർക്കാനോ കഴിയാത്ത രൂപത്തിൽ തെളിവ് നൽകും. എന്നിട്ട് പറയുന്നത് എന്താണ്? അത് തക്ലീഫ്, അത് ദാറു തക്ലീഫുമായി ഖൈദാക്കപ്പെട്ടിരിക്കുന്നു. ദാറു തക്ലീഫുമായി മുഴുസത്ത് ഖൈദാക്കപ്പെട്ടിട്ടുണ്ട്. ആലമുൽ ബർസഖിൽ ഒരു മുഴുസത്ത് പ്രകടിപ്പിച്ച് കാര്യങ്ങൾ നേടിത്തരുമെന്ന വിശ്വാസം ഇമാമുകൾക്കില്ല. അതാണ് ഞാൻ ഇംതാഉൽ അസ്മാ ഉദ്ധരിച്ചത്, മഖരീസിയുടെ ഉസൂലുദ്ദീൻ ഉദ്ധരിച്ചത്, ബഗ്ദാദിയുടെ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, അൽ ഫർഖു ബൈനൽ ഫിറഖിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബഗ്ദാദി പറയാണ് വഖാലു ഫി റുക്നി സാമിനി അൽ മുലാഫ് ഇലൽ മുഅ്ജിസാത്ത്, മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട അതിനോട് ചേർക്കപ്പെടുന്ന എട്ടാമത്തെ റുക്കന് എന്താ പറയുന്നത്? അതുപോലെ കറാമത്ത് വൽ കറാമാത്ത് അന്നൽ മുഅ്ജിസത അംറുൻ യദ്ഹറു ബി ഖിലാഫിൽ ആദ അലാ യദി മുദ്ദഇ നബുവ മഅ തഹദ്ദീഹി ഖൗമഹു ബിഹാ വമഅ അജ്സി ഖൗമിഹി അൻ മുആറളതിഹി ബിമിസ്ലിഹാ അലാ വജ്ഹിൻ യദുല്ലു അലാ സിദ്ഖിഹി ഫി സമാനി തക്ലീഫ്. സിദ്ഖിഹി എന്നാണ് അത് വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ കൊടുത്ത എല്ലാം പോസ്റ്റേറ്റിന് മുകളിൽ നിങ്ങൾ കാണുന്ന ഞാൻ വിചാരിക്കുന്നു. എന്താ പറയുന്നത്? ഈ മുഴുസത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പതിവിനെതിരായി നടക്കുന്ന കാര്യമാണ്. മുഴുസത്ത് നബുവത്ത് വാദിക്കുന്ന ആളുകൾ സ്വന്തം ജനതയെ വെല്ലുവിളിച്ച് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തും. ആ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ അശക്തരായിത്തീരും. അതുപോലെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഏത് സമയത്തും മുസ്ലിയാരെ ഫീ സമാനി തക്ലീഫ്, തക്ലീഫിന്റെ കാലത്ത് ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യമാണ് അൽ ഫർഖു ബൈനൽ ഫിറഖ്. ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഒറിജിനൽ കിതാബിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ എന്താ പറഞ്ഞത്? മുസ്ലിയാരെ മഅനാഹു അന്ന മുഅ്ജിസാത്തിൽ അംബിയ, തീർച്ചയായിട്ടും അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഇൻഖറലത് ബിൻഖിറാദി അഅ്സ്വാരിഹിം, അവരുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയതോടെ അതും കഴിഞ്ഞുപോയി.
ഓരോ നബിമാരും അവർ ജീവിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞോടുകൂടി അവർക്ക് ഇനി മുഴുസത്തില്ല. ഈസാ നബി അലൈഹി സ്വലാം ഈ ദുനിയാവിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടോടുകൂടി ഇനി അദ്ദേഹം എന്താണ് മുഴുസത്ത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ മുഴുസത്ത് അദ്ദേഹത്തോട് വെളിപ്പെടുന്ന ഒരു സാഹചര്യം തീർന്നുപോയി. ആ അമ്പിയാക്കളുടെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി അമ്പിയാക്കളുടെ മുഴുസത്തുകൾ മുറിഞ്ഞുപോയി. ഇത് ഇമാം നവവി റഹ്മത്തുള്ളാഹി എഴുതി വെച്ചിട്ടുള്ള മനസ്സിലായേ. അദ്ദേഹം പറഞ്ഞു ഖുർആനാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനർത്ഥം ഖുർആൻ പുതിയതല്ല, ഖുർആൻ നബിയുടെ കാലത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ അത് മുഴുസത്തായി ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ മാത്രമാണ് അങ്ങനെ നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. വലം യുശാഹിദുഹാ ഇല്ലാ മൻ ഹദറഹാ ബിഹദറത്തിഹി വമുഴുസത്തു നബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അൽ മുസ്തമിറു ഇലാ യൗമിൽ ഖിയാമ മാ ഖർഖിൽ ആദ ഫി ഉസ്ലൂബിഹി വബലാഗത്തിഹി വഇഖ്ബാരിഹി ബിൽ മുഗയ്യബാത്തി വഅജ്സിൽ ജിന്നി വൽ ഇൻസി അൻ യഅതു ബിസൂറത്തിൻ മിസ്ലി. ഖുർആൻ അന്ന് തന്നെ വെല്ലുവിളിച്ച് അതുവരെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലായില്ലേ. ഖുർആന്റെ ശൈലിയാകട്ടെ, സാഹിത്യമാകട്ടെ, ഖുർആൻ ായ വിശേഷങ്ങൾ പറഞ്ഞ കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ ജിന്ന് ഇൻസ് പരാജയപ്പെടുന്നു. അവർ ഒരുമിച്ചാൽ പോലും ഇതുപോലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ചുരുക്കം ദാറു തക്ലീഫിൽ മാത്രമേ മുഅ്ജിസത്ത് പ്രകടമാക്കപ്പെടുന്നുള്ളൂ, കറാമത്തുകൾ പ്രകടമാക്കപ്പെടുന്നുള്ളൂ. മനസ്സിലായില്ലേ. എന്നാൽ അവർ പറയാം മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചതിന് ശേഷവും പറ്റും. എവിടുന്ന് കിട്ടി മുസ്ലിയാരെ? തെളിവ് അവിടെ. ഇതൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് തൊടാത്തത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി മുസ്ലിയാർ ഇവിടെ ഇടക്ക് വന്നിട്ട് ഒരു പുട്ടുകുറ്റിയായിട്ട് വരുന്നിട്ട് ഇങ്ങനെ കുത്തിത്തള്ളും. എന്താണ് അതിലുള്ളതെന്ന് ഒരു നോട്ടവും ഇല്ല. ഓരോ അർത്ഥശൂന്യമായ കുറെ സംഗതി അല്ലേ, ഓരോന്നായിട്ട്. പിന്നെ എല്ലാം ഞാനിവിടെ മുകളിൽ എഴുതിയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മുസ്ലിയാർ കൊണ്ടുവരുന്നത് എത്രമാത്രം നിസ്സാരമായ കച്ചിത്തുരുമ്പുകളാണ്, ഒന്നിനും കൊള്ളരുതാത്ത പ്രമാണം എന്നുള്ള നിലയ്ക്ക്. മുസ്ലിയാർ എന്താ പ്രമാണത്തെ പറ്റി മനസ്സിലാക്കി? ഇസ്ലാമിന്റെ പ്രമാണം എന്താ? ആരെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ അതൊരു ഇമാമാണെങ്കിൽ അത് വന്നാൽ അതിന്റെ അപ്പുറവും ഇപ്പുറവും നോക്കാതെയും പശ്ചാത്തലം നോക്കാതെയും എഴുതി വെച്ച ഇമാമികളുടെ വിശ്വാസം തന്നെയും പരിശോധിക്കാതെയും അതൊക്കെ ഒരു പ്രമാണമായിട്ട് എടുക്കാൻ പറ്റുന്ന ഇസ്ലാമിലെ പ്രമാണം ഖുർആനാണ്, സ്വഹീഹായ ഹദീസുകളാണ്. ആ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ സ്ഥിരപ്പെട്ട ഇജ്മാവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ ഖിയാസും ഇതാണ് പ്രമാണം. മുസ്ലിയാർ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? എന്നോട് ചോദിക്കുന്ന തിരിച്ചു വയ്ക്കുക, ഈ ചങ്ങായിക്ക് ഇതെന്താ പറ്റിയത്? മുസ്ലിയാരോട് എന്നോട് ചോദിക്കുന്ന കാര്യം ഞാൻ മുസ്ലിയാരോട് തിരിച്ചു വയ്ക്കുക, ഈ ചങ്ങായിക്ക് ഇതെന്ത് പറ്റി? ഇബ്നു ഹിബ്ബാൻ നബിയുടെ പേരക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഖബറിന്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു അത്രേ മുസ്ലിയാർ പറയാം. ഇനി ആ റിപ്പോർട്ട് ഒന്ന് സ്വഹിയല്ല, ഇനി സ്വഹി ആണെന്ന് വെക്കുക. എന്താ റിപ്പോർട്ടിൽ ഉള്ളത്? നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കും. മുസ്ലിയാരോട് ഫസുർതു ഖബറ അലിയ ബിൻ മൂസ, ഞാൻ മൂസയുടെ മകൻ അലിയുടെ ഖബർ മൂസ റിള സലവാത്തുള്ള അല ജദ്ദിഹി വഅലൈഹി, അദ്ദേഹത്തിന് റസൂലിനൊക്കെ എന്തുണ്ടാവട്ടെ, സലാത്തിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഉണ്ടാവട്ടെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തായിരുന്നു, വദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇസാലതഹ അന്നി, ആ ദുരിതം എന്നോട് നീക്കാൻ. അപ്പൊ ഒരു ഖബറിന്റെ അരികിൽ ചെന്നിട്ട് ഞാൻ എന്റെ ദുരിതങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ഇനി ഖബറിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതുമല്ല ഇപ്പോഴത്തെ ചർച്ച, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതൊരിപ്പോൾ ഒരു ബിദ്അത്താണ് ആകുന്നത്. ഷിർക്കാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഖബറിന്റെ അടുത്ത് നിന്ന് റബ്ബിനോട് ദുആ ചെയ്യാന്നുള്ളത്. അത് ചില സമയത്ത് ബിദ്അത്താവും, ചില സമയത്ത് അനുവദനീയമാകും. ഏതായിരുന്നാലും അത് പുണ്യമോ അല്ലെങ്കിൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതോ വാജിബ് ഏതായാലുമോ അല്ല എന്നുള്ളതാണ് മുസ്ലിയാർ കൊണ്ടുവരുന്ന ഒരു തെളിവിന്റെ കോലെ. അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ സർക്കാം ആണോ? നിങ്ങളിവിടെ വന്നെന്തിനാണ്? നബിയോട് നേരിട്ട് തേടിയത് ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ ഇയാളോട് സംസാരിക്കാൻ തയ്യാറില്ല, ഒരു വ്യക്തമായ വാദം പോലും എഴുതാൻ കൂട്ടാക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും പിന്നെയും പിന്നാലെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ചർച്ചക്ക് വന്നത്. മനസ്സിലായത്? കാരണം ഒരു വാദം വ്യക്തമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. അതാണ് അവസ്ഥ. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്നോ? ഇല്ല. അപ്പൊ സൃഷ്ടികളോടുള്ള ഇസ്തിഹാസ അത് അനുവദനീയമാണോ? പുണ്യം അവിടെ നിൽക്കട്ടെ, അത് അനുവദനീയമാണെന്നെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ പ്രാമാണികമായി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇനിയെങ്കിലും ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ട് ഇതുവരെ മുസ്ലിം നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങളത് കൊണ്ടുവരണം. പിന്നെ മുസ്ലിയാർ ചോദിക്കുക, ആദം നബി അലൈഹി സ്വലാം തന്നെ മുഹമ്മദ് നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആദം നബി ഏത് കാലഘട്ടത്തിലാണ് ജനിച്ചത്? മുഹമ്മദ് നബി സ്വലം ഏത് കാലഘട്ടത്തിലാണ് ജനിച്ചത്? ഇനി ആദം നബിക്ക് മുഹമ്മദ് നബിയെ പറ്റി അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയുന്ന സംഭവം സ്വഹീഹായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ നിങ്ങൾ അതിന്റെ സ്വഹീഹായ ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിക്കാണ്. കൊണ്ടുപോകാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, മുഹമ്മദ് നബി മുഖേന മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബർക്കത്ത് മുഖേന അല്ലെങ്കിൽ ജാഹ് മുഖേന അള്ളാഹുവെ നിന്നോട് ഞാൻ പാപമോചനം തരുന്നു, എന്റെ പാപം പൊറുക്കണേ. ഇവിടെയും ഇസ്തിഗാസയല്ല, തവസ്സുലാണ് വിഷയം. തവസ്സുൽ ഹലാലും ഹറാമൊക്കെ ഉണ്ട്, ബിദ്അത്തായതുണ്ട്, അല്ലാത്തതുണ്ട്, അനുവദനീയമായതുണ്ട്, വാജിബായ തവസ്സുൽ വരെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് തവസ്സുൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ആദ്യം ഇസ്തിഗാസ പൂർത്തിയാക്കിയിട്ട് വരാം മുസ്ലിയാരെ. അതുകൊണ്ട് ഈ ജാതി കൊണ്ടുവന്നിട്ട് കുഴമ്പും നിങ്ങൾ ഒരെണ്ണല്ലാത്തതുകൊണ്ടാണ് ഈ ചപ്പ് ചവറുകൾ പെറുക്കി കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ?
ഇനി ഇമാം റാസി ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാർ പറയാണെന്ത്, ഇമാമിങ്ങളും വലിയ ആൾക്കാരൊക്കെ എന്താണ് നബിയുടെ ഖബറിന്റെ അരികിൽ എത്തുമ്പോൾ നബിയുടെ ഷഫാഅത്ത് റബ്ബിനോട് പ്രതീക്ഷിക്കാറുണ്ട്. റബ്ബേ നബിയുടെ ഷഫാഅത്ത് തരണേ, അതാണ് മുസ്തഷ്ഫിൻ ബിക ഇലാ റബ്ബി. അതിലെന്താ തെറ്റ്? മുഹമ്മദ് നബിയുടെ ഖബറെടുത്ത് വരുന്ന ആളെ നബിയുടെ പരലോകത്ത് അള്ളാഹു നിശ്ചയിച്ച കുറേ ഷഫാഅത്തുകൾ, നമ്മൾ ഷഫാഅത്തുൽ ഉദ്മ മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരുപാട് ഷഫാഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടതുണ്ട്. അതൊക്കെ പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായില്ല. അത് കർഹമത്തോണ്ട് ചെയ്തിരുന്ന കാര്യമല്ല. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവകാശം കൊടുത്തിട്ടുണ്ട്. അത് നബിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമെന്ന് അവിടെ ഒരു വകുപ്പില്ല. അള്ളാഹു ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇന്ന ആൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്തോ, അവർക്ക് വേണ്ടി നബി ഷഫാഅത്ത് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഷഫാഅത്ത് ചെയ്യുന്നതോ ആ ഷഫാഅത്ത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഖേനയുള്ള ആ ഷഫാഅത്തിനെ റബ്ബിനോട് പ്രതീക്ഷിക്കുന്നത്, അതായത് അഷഫാഅത്ത് ഹബലന, നബിയെ അങ്ങയുടെ ഷഫാഅത്ത് തരണേന്ന് നബിയോട് ചോദിക്കലല്ല, മറിച്ച് അല്ലാഹുമ്മ റസുഖനാ ഷഫാഅത്തഹു, അള്ളാഹുവേ നബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് തരണേ. അത് തെറ്റാന്നോട് ആരാ പറഞ്ഞത്? ഒരു ഖബറിന്റെ അടുത്ത് വിട്ടത് നബിയെ കാക്കണേന്ന് പറയുന്നതിന് തുല്യമാണ്. നബിയെ കാക്കണെന്ന് പറയാന്നുണ്ടല്ലോ. അപ്പൊ തർക്ക വിഷയമൊക്കെ വിട്ടിട്ട് മുസ്ലിയാർക്ക് തോന്നിയ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇമാം നവവി ഉദ്ധരിച്ച് മുസ്തഷ്ഫിൻ ബിക ഇലാ റബ്ബി കൊണ്ടുവന്നപ്പോഴും അത് തന്നെ അവിടെ തന്നെ വിഷയം. അള്ളാഹുവിനോട് മുസ്തഷ്ഫിൻ ബിക ഇലാ റബ്ബി എന്നല്ലേ, റബ്ബിലേക്ക് താങ്കൾ മുഖേനയുള്ള ഷഫാഅത്തിനെ തേടിക്കൊണ്ട്, അല്ലാതെ താങ്കളോട് റബ്ബിലേക്കുള്ള ഷഫാഅത്തിനെ തേടിക്കൊണ്ട് എന്നല്ല. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങിപ്പോന്ന് ഞാൻ പറഞ്ഞില്ലേ. അമലിനെ കൊണ്ട് ഷഫാഅത്ത് മുസ്തഷ്ഫിൻ ബിഹി, അമലു മുഖേന ഷഫാഅത്ത് തേടിക്കൊണ്ട് തന്നെ അമലിനോട് പ്രാർത്ഥിച്ചു എന്നല്ലല്ലോ, ഇസ്തിഗാസ ചെയ്തു എന്നല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ബബ്ബടിച്ചാണ് മുസ്ലിയാർ ഇവിടെ ഞങ്ങൾ പള്ളിദർസിലെ കിതാബ് വായിച്ചില്ല ഇസ്തിശ്ഫാന്റെ അർത്ഥം പഠിപ്പിച്ചത്. അവിടെ തവസ്സുലൻ എന്ന അർത്ഥമേ ഉള്ളൂ. അവിടെ റബ്ബിനോടാണ് തേട്ടം. റബ്ബിനോട് തീർന്ന വിഷയത്തിൽ തർക്കിക്കാനല്ലോ വാദിക്കാനും ചർച്ച ചെയ്യാനല്ലോ ഇപ്പൊ നമ്മളോട് ഒരുങ്ങിയിട്ടില്ല. നമുക്ക് ഇത് കഴിഞ്ഞ് ചർച്ച ചെയ്യും, അതിന് നമ്മൾ റെഡിയാണ്. നിങ്ങൾ ഇതിലൊരു തീരുമാനം പറ. ഇതാണ് അടിസ്ഥാന വിഷയം. നേരിട്ട് അമ്പിയ ഔലിയാക്കൾ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്നുള്ള നിലക്ക് റബ്ബിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇവരോട് ചോദിക്കാമെന്നും ഇവരോട് ഇസ്തിഗാസ ചെയ്യാമെന്നുമുള്ള വാദം ആദ്യം തെളിയണ്ടേ? എവിടെ മുസ്ലിയാരെ തെളിവ്? കുറെ ഫുദൂലാത്തുകൾ പറയാം, അത് മാത്രം മൂപ്പരെ കയ്യിലുള്ളത്. പിന്നെ ചില മഖ്ബറകളുടെ അരികിൽ പോയപ്പോൾ എന്താണ് അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് ബോധ്യപ്പെട്ടത്രേ. അതിന് ബോധ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വളരെ പിൽക്കാലക്കാരായ ഏതെങ്കിലും ഒരു ഗോജ അയാൾക്കൊരു തജ്രിബുണ്ടായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എങ്ങനെ പ്രമാണം? മുസ്ലിയാരെ ഏതെങ്കിലും വ്യക്തിയുടെ അനുഭവങ്ങളാണോ ഇസ്ലാമിൽ പ്രമാണം? തബ്ലീഗ് ജമാഅത്തൊക്കെ പറഞ്ഞു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നമാണോ നമുക്ക് പ്രമാണം? സ്വപ്ന കഥ പറയാനായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്നും പ്രമാണമല്ല. നമ്മളിവിടെ പ്രാമാണികമായ ചർച്ച നടത്തുന്നത്. പറ്റുമെങ്കിൽ പ്രമാണം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. നേരിട്ടുള്ള ഇസ്തിഹാസക്ക് നിങ്ങൾ ഈ കൊണ്ടുവന്ന ഖുർത്തുബി ഉദ്ധരിച്ച സംഭവത്തിൽ തെളിവില്ല, ഉണ്ടെങ്കിൽ ഏതാന്ന് പറ. അതേപോലെ തന്നെ ഉത്തുബി കഥ, മുഴുകുടിയനായ ഉത്തുബി അല്ലെ, തോന്നിവാസിയായ ഉത്തുബി, ആ ഉത്തുബി കഥ അല്ലാതെ കാശിന് കൊള്ളുന്ന ഒരെണ്ണമെങ്കിലും മ്യൂസിയർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനി ആ കഥയിൽ പോലും എന്താ ഉള്ളത്? മുസ്തഷ്ഫിൻ ബിക ഇലാ റബ്ബി, താങ്കൾ മുഖേനയുള്ള ഷഫാഅത്ത് റബ്ബിലേക്ക് തരും. താങ്കൾ മുഖേന എന്നുള്ളൊരു പദപ്രയോഗം നടത്തിയത് ഭാഷയുടെ ശൈലി മാത്രമാണ്. അല്ലാതെ നബിയെ അങ്ങ് എനിക്ക് പാവം പുറത്തരുന്നോണ്ടല്ലോ. അതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നബിയെ പാവം പൊറുക്കണേ, നബിയെ കരുണ ചെയ്യണേ, നിങ്ങൾ ചെയ്യുന്നതല്ലേ? ഇർത്തഖബ്തുൽ നബിയെ നേരിട്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അത് പറ്റൂല. അതിന് നിങ്ങൾ ഈ ഉത്തുബി കഥയിൽ പോലും തെളിവില്ല. ഉത്തുബിയാണെങ്കിലും മുഴുകുടിയനാണ്. ഈ മുഴുക്കുടിയന്മാരായ ആളുകളുടെ കഥയും കൊണ്ടുവരാൻ നാണമില്ലല്ലോ മുസ്ലിയാരെ, അല്ലെ? പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു ഗോജ എന്തെങ്കിലും വിവരക്കേട് ചെയ്താൽ ഇതിങ്ങനെ ഇസ്ലാമിൽ പ്രമാണമെന്നാണ് മനസ്സിലാകാത്തത്. പിന്നെ ഹൈസമിയെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാർ പറയാണ് വഫാത്തിന് ശേഷവും നബിതങ്ങൾ ഉമ്മത്തിനോട് ഇസ്തിഗ്ഫാർ തേടുമെന്ന ഹദീസ് സ്വഹീഹാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്വഹീഹാണെന്ന് ഹൈതമ പിൽക്കാലക്കാരനായ ഹൈതമ കണ്ടിട്ട് കാര്യമുണ്ടോ? സ്വഹീഹാണെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് സ്വഹീഹല്ല, ആ റിപ്പോർട്ട് സ്വഹീഹല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഹൈസമി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് തയ്യാറല്ല. അത് ദുർബലമായ റിപ്പോർട്ടാണ് മുസ്ലിയാരെ. അതൊക്കെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹയാത്തി ഖൈറുലക്കും മമാത്തി ഖൈറുലക്കും അല്ലെങ്കിൽ മൗത്തി ഖൈറുലക്കും എന്നൊക്കെ പറയുന്ന റിപ്പോർട്ട് അത് മുർസലായ റിപ്പോർട്ടാണ്, സ്വീകാര്യമല്ല, മുൻകത്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തെളിവ് സഹിതം മുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് സ്വഹീഹാണെങ്കിൽ പോലും അതിൽ ഇസ്തിഗാസ അവിടെ മുസ്ലിയാരെ, ആ സംഭവത്തിൽ ഇസ്തിഗാസ അവിടെ നിങ്ങൾ കൊണ്ടുവന്ന സംഭവത്തിൽ അവിടെ തർക്ക വിഷയത്തിൽ നിൽക്കാൻ ഈ ചർച്ചയുടെ ഇത്രയും ഘട്ടങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ മുസ്ലിയാർക്ക് സാധിച്ചിട്ടില്ല. മൂപ്പർക്ക് പിന്നെ നമ്മളോടുള്ള ഒരു കെറിവ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പെറുപുറത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രാമാണികമായ ഒരു വിഷയം സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കൊണ്ടുവന്നതൊക്കെ ഇതുപോലത്തെ കച്ചിത്തുരുമ്പുകൾ മാത്രമാണ് കാരണം. പിന്നെ പറഞ്ഞു തന്നെ ഒരു കഥ പല ആൾക്കാർ കിതാബിലും പറഞ്ഞ് പിന്നെയും ഇങ്ങനെ ആവർത്തിക്കാൻ മുസ്ലിയാർ ചെയ്യുന്നു, അല്ലെ? ഇബ്നു അസാക്കിർ പിന്നെ ഇബ്നു സലാഹിനെ ഉദ്ധരിച്ചു പോലും. എന്നിട്ടെന്താ ഈ മുകളിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെ, മുകളിൽ പറഞ്ഞ അതേ വിഷയങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്, കൊണ്ടുവരാണ്. അല്ലാതെ പുതിയൊരു സംഗതിയില്ല. എന്നിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? പിന്നെ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാൻ തെളിവായി ഒന്നും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രമാണം എന്താണ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കണം. പ്രമാണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഞാൻ മുസ്ലിം ആവശ്യപ്പെടാം. നിങ്ങൾ കൊണ്ടുവന്നതിൽ പ്രമാണമില്ല, മനസ്സിലായില്ലേ? ഇനി ഉസ്മാൻ ബിൻ ഹുനൈഫിന്റെ ഒരു ദുർബലമായ അദ്ദേഹത്തിന്റെ പേരിലേക്കുള്ള ഒരു ദുർബലമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എവിടെയൊക്കെ ലൈഫായതുണ്ടോ അതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരാന്നുള്ളതാണ് മുസ്ലിയാക്കന്മാർ രീതി. ഷിയാക്കളെ സൈറ്റിൽ പോയാൽ വഹാബികൾക്ക് മറുപടിയായിട്ട് കുറെ സാധനം കൊടുത്ത് കിട്ടും. റദ്ദുൽ വഹാബിയ ഷിയാക്കളെ സൈറ്റിൽ പോയാൽ, അതായത് അഹ്ലുസുന്നയുടെ കിതാബ് ഇങ്ങനെ ധരിക്കുക, എന്തെങ്കിലും ഒരു വരി എടുത്തിട്ട് ഇതുപോലെ കോട്ടി മാട്ടിയിട്ട് കൊണ്ടുവരും. അത് തപ്പിപ്പിടിച്ച് വിവർത്തനം ചെയ്ത് പോസ്റ്ററാക്കിയിട്ടും ക്ലാസ്സുകളാക്കിയിട്ടും കൊടുത്തിട്ട് കാലം കഴിച്ചിട്ട് ദുനിയാവിലെ ഉപജീവനം നടത്തുന്ന പരിപാടിയാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർക്ക് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലൈഫായ റിപ്പോർട്ടുകൾ എന്തൊക്കെ ഉണ്ട് അതൊന്നും കൂടൂല. ഇനിയിപ്പോ
മുസ്ലിം ചാൻസ് ഇനിയും കൊണ്ടുവരാൻ കുറെ എണ്ണം അല്ലെ. ഇതൊക്കെ ഇസ്തിഹാസക്ക് തെളിവാക്കുന്നത് എന്തൊരു മോശമായ നടപടിയാണ്. യഹൂദികളെക്കാൾ പിഴച്ച നടപടിയാണല്ലോ ഇത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഷിയാക്കളാണ് യഹൂദി മാർഗത്തിലുള്ളത്. നിങ്ങളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കിതാബിൽ വന്നാൽ മുസ്ലിയാർക്ക് അത് രേഖയായി. ഇതുവരെ ഈ സംഭാഷണം ഇത്രയും റൗണ്ടുകൾ തുറന്നതിന് ശേഷവും മുസ്ലിയാരുടെ ഒരു ലൈൻ നമ്മൾ മനസ്സിലാക്കിയത്, ഏതോ ഒരു കിതാബിൽ അത് ഷിയാക്കൾ എവിടെങ്കിലും കൊണ്ടുണ്ടാവും, ഇവരെ കണ്ടുപിടിക്കും, എന്നിട്ട് രേഖ എന്ന് അവതരിപ്പിക്കും. എന്താണ് മുസ്ലിയാരെ സഹീഹ്? ഏതെങ്കിലും ഇമാമിങ്ങളെ കിതാബിൽ വന്നാലൊക്കെ സഹിയാണോ? നിങ്ങളോട് ഒരുപാട് എനിക്ക് എണ്ണി വീണ്ടും ചോദിക്കാൻ, അതൊക്കെ സഹിയാണോ അല്ലെ നിങ്ങളെ കൊണ്ട് അവിടെ പറയിപ്പിക്കും. അതാണ് മുസ്ലിയാർ തെളിവ്. പിന്നെ മുസ്ലിയാർ കൊണ്ടുവന്നത് എന്താണ്? ഇമാം സുയൂത്തി ഇബ്രാഹിം നബിയുടെ ഖബറിന്റെ അരികിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് പ്രത്യേക ഉത്തരം കിട്ടുന്നു എന്നത്രയും. നിങ്ങൾ എവിടെയുള്ളത് മുസ്ലിയാരെ? നമ്മളിപ്പോൾ അതാ ചർച്ച ചെയ്യുന്നത്. ഖബറിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമല്ലേ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ ആ ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ തെളിവ് തരണം. അത് ശരിക്കാവും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഖബറിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളത് നിങ്ങൾ തെളിവ് തരണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളും സ്ഥലങ്ങളും രീതികളും മര്യാദകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറെടുത്ത് നിൽക്കൽ പഠിപ്പിച്ചിട്ടല്ല, സ്വയാന്റെ കൊണ്ടൊന്നും. അത് സുയൂത്തി പറഞ്ഞാലും തെളിവ് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ നിങ്ങൾ എന്തിനാ അവിടെ, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സ്വീകാരാണെങ്കിൽ പോലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടെ ഇബ്രാഹിം നബിയുടെ ഖബറിന്റെ അരികിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ള വിഷയം അല്ലേ മുസ്ലിയാരെ നിങ്ങൾ തന്നെ ഉദ്ധരിച്ചെടുത്തുള്ളത്. നിങ്ങൾക്ക് പിന്നെ എന്ത് പറ്റി? നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുന്നത്? നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് നീച്ച് വർത്താനം പറയണോ? ദയവ് ചെയ്ത് അവനവൻ പറയുന്ന വാചകങ്ങൾ എന്താണ്, ഇത് എന്തിനാണ് ഈ രേഖ ഞാൻ സമർപ്പിക്കുന്നത് എന്നെങ്കിലും ഒരു വട്ടം ആലോചിച്ചതിന് ശേഷം ഇവിടെ വല്ലതും പോസ്റ്റ് ചെയ്യും. കുറേ സംഗതി കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആളുകളുടെ സമയവും അതേപോലെ തന്നെ ശ്രദ്ധയും ഒക്കെ തെറ്റിച്ച് കളയുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ നേരിട്ട് ഇസ്തിഗാസ ചെയ്തതിന്റെ ദലീലുകളുമായി വരാം എന്ന് എന്നെ വെല്ലുവിളിച്ച, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ഇതിന്റെ അഡ്മിന്മാരെ വെല്ലുവിളിച്ച മുസ്ലിയാരെ, അദ്ദേഹത്തിന്റെ ബബ്ബയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥ! ഇപ്പൊ നബിയെയും കാണാനില്ല, നബിയെ വിളിച്ച സ്വഹാബിയെയും കാണാനില്ല, കൊണ്ടുവരുന്ന സംഭവത്തിൽ ഇസ്തിഗാസയും കാണാനില്ല എന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും മുസ്ലിയാരിനി എത്ര കൊണ്ടുവന്നാലും, 100 അല്ല 1000 കൊണ്ടുവന്നാലും ഈ ഷിയാക്കളുടെ സൈറ്റിൽ പോയി പെറുക്കി കൊണ്ടുവരുന്ന അവര് സലഫികളുടെ കിതാബുകളുള്ള, അഹ്ലുസുന്നയുടെ കിതാബുകളുള്ള, ഇമാമികളുടെ കിതാബുകളിലുള്ള ഏതെങ്കിലും വരികളോ ഹിക്കായത്തുകളോ എങ്ങനെയൊക്കെയാണ് ഷിയാക്കളുടെ ലക്ഷ്യത്തിന് വേണ്ടി കോട്ടിമാട്ടി ഉദ്ധരിച്ചത് അത് കണ്ടുപിടിച്ച് ഷിയാക്കളെ ചാണിന് ചാണായി പിന്തുടർന്ന് മുഴത്തിന് മുഴമായി പിന്തുടർന്ന് അവർ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ ശരിക്കും ഷിയാക്കളെ ഖണ്ഡിക്കുകയാണ്. ശരിക്കും ഇവർക്ക് ദീനിനോടും അതേപോലെ തന്നെ ഇവരെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിനോടും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവരതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. ഈ ഷിയകൾക്ക് മറുപടി പറയേണ്ടതിന് പകരം അവരെ കൂടെ നിന്ന് അവർ നടത്തിയ ദുർവ്യാഖ്യാനങ്ങൾ അങ്ങനെ ഒന്നുപോലും വിടാതെ അവതരിപ്പിക്കുന്നു. ഈ മുസ്ലിയാർ മാത്രമല്ല, സകല മുസ്ലിയാക്കന്മാരുടെയും ഗതി ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രാമാണികമായി വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. വസല്ലല്ലാഹു അലാ നബിയ്യ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.